കോഴിക്കോട് കോർപ്പറേഷനിൽ കെ സ്മാർട്ട് പദ്ധതി താളം തെറ്റുന്നു. സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കാൻ തുടങ്ങിയ ആപ്ലിക്കേഷൻ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുകയാണ്. നികുതി ഇനത്തിലടക്കം കിട്ടേണ്ട വരുമാനമില്ലാതെ കോർപ്പറേഷനും പ്രതിസന്ധിയിലായി കഴിഞ്ഞു. സേവനങ്ങൾ ഓൺലൈനായി പൊതുജനങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന വ്യാപകമായി കെ സ്മാർട്ട് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിച്ചത്. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പദ്ധതി തുടക്കത്തിലെ പാളിയ അവസ്ഥയിലാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ എത്തുന്നവരെല്ലാം കൊണ്ടും വലയുകയാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സ്വന്തമായി ഉപയോഗിക്കുമ്പോൾ കൃത്യമായി പ്രവർത്തിക്കുന്നില്ലെന്നതാണ് പരാതി. സാങ്കേതിക പ്രശ്നവും ജീവനക്കാർക്ക് പരിശീലനവും ലഭിക്കാത്തതും കാരണം ഓഫീസിൽ നേരിട്ടെത്തിയാലും രക്ഷയില്ല. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജീവനക്കാർക്കും യാതൊരു ജോലിയുമില്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം കെ സ്മാർട്ട് എന്ന ഓൺലൈൻ സംവിധാനം പൂർണ്ണമായി പരാജയമാണ് എന്നുള്ളതാണ് നമുക്ക് ബോധ്യമായിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം, SLC പരീക്ഷ അടുത്ത സമയത്ത് SLC ബുക്കുകൾ കിട്ടുന്ന സമയത്ത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേരുകളിൽ ഇനീഷ്യൽ മാറ്റേണ്ട സാഹചര്യമുണ്ട്. മാർച്ച് മാസമാണ്, തദ്ദേശ സംരംഭ സ്ഥാപനങ്ങളിൽ ടാക്സ് പിരിക്കേണ്ട സമയമാണ്. ഈ സമയത്ത് യാതൊരു മുൻകരുതലുമില്ലാതെ നടപ്പിലാക്കിയ കെ സ്മാർട്ട് എന്ന പദ്ധതി കേരളത്തിലാകെ തന്നെ പൂർണ്ണമായി പരാജയമാണ്. കോർപ്പറേഷൻ ഓഫീസിൽ എത്തുന്നവരെ അക്ഷയ കേന്ദ്രങ്ങളിലേക്കോ കുടുംബശ്രീ കിയോസ്കിലേക്കോ അയക്കുകയാണ്. നികുതികൾ, ബിൽഡിംഗ് പെർമിറ്റ്, ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം അടയ്ക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. ജനുവരി മാർച്ച് കാലയളവിലാണ് സാധാരണയായി കൂടുതൽ ആളുകൾ നികുതി അടയ്ക്കാൻ എത്താറുള്ളത്. കെ സ്മാർട്ട് അല്ലാതായതോടെ ജനുവരി മാസം കിട്ടേണ്ട വരുമാനത്തിൽ വലിയ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. പ്രശ്നങ്ങൾ ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ പദ്ധതി നിർവഹണവും ദൈനംദിന ചെലവും അടക്കം ബുദ്ധിമുട്ടിലാകുമെന്ന ആശങ്കയിലാണ് കോർപ്പറേഷൻ അധികൃതർ. ജനം, കോഴിക്കോട്.